അങ്ങനെ 2026 ഇപ്പോഴും നിങ്ങളൊരു ബേസിക് ആവറേജ് ഐഫോൺ യൂസർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ ആപ്പിൾ ഡിവൈസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഷോർട്ട് കട്ട്സ്. കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത ഷോർട്ട് കട്ട്സിൻ്റെ ഈ ഒരു വീഡിയോ ഇത് നിരവധി ആളുകളിലേക്ക് എത്തി, നിരവധി ഫീഡ്ബാക്കും ലഭിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഷോർട്ട് കട്ട്സ് വീഡിയോ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതിൽ വളരെ കോമൺ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യാത്ത ആപ്പിൾ ഡിവൈസുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം ഷോർട്ട് കട്ട്സും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതിലെ ആദ്യത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ATM കാർഡ് വെച്ചിട്ടുള്ള ഏത് ATM കാർഡാണോ അതിൻ്റെ പിൻ ഓർത്തിരിക്കുന്ന ഷോർട്ട് കട്ട്. ഇതിങ്ങനെ മുട്ടിച്ചാൽ മാത്രം മതി നമ്മളെ പിൻ ഇതുപോലെ പോപ്പപ്പ് ആകുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുള്ളത് നോട്ട്സ് ആപ്പിനകത്ത് ഇതുപോലെ പിൻ വരുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്, കുറച്ച് വെറൈറ്റി പിടിച്ചേക്കുവാണ്. ഇത് ഒരു പോപ്പപ്പ് പോലെ ഇങ്ങനെ വരും. നമുക്ക് നോട്ട്സ് ആപ്പിനകത്തൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഷോർട്ട് കട്ടിനകത്ത് തന്നെ സേവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക, പുതിയ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക, പ്ലസ് സൈക്കിളിലെ ടാപ്പ് ചെയ്യുക, ടെക്സ്റ്റ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടെക്സ്റ്റ് വന്നു. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ATM കാർഡാണ്. ഈ കാർഡിൻ്റെ പിൻ ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഷോ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുക. അവിടെ ഷോ കണ്ടന്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് അവിടെ പോപ്പപ്പ് ആവും. അതിനുവേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ റീനെയിമും കൂടെ ചെയ്ത് ഷോർട്ട് കട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഡൺ അടിക്കുക. ഷോർട്ട് കട്ടായി. ഇനി നമുക്ക് വേണ്ടത് ഓട്ടോമേഷനാണ്. ഓട്ടോമേഷൻ ടാബിലേക്ക് പോവുക, ഇവിടെ പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. ദെൻ താഴത്തേക്ക് NFC എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. സ്കാൻ NFC എന്നുള്ളത് നമ്മളുടെ ATM കാർഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഈ കാർഡിൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ബാങ്കിൻ്റെ പേര് ഇവിടെ അടിച്ചു. നമ്മൾ ആ കാർഡ് അങ്ങ് സേവ് ചെയ്യാണ്. റൺ ഇമീഡിയറ്റ്ലി ചൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടാപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഷോർട്ട് കട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ഷോർട്ട് കട്ട്. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഷോർട്ട് കട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എപ്പോഴൊക്കെ നമ്മളുടെ ഈ ഒരു കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യുന്നോ അപ്പം നമുക്ക് ആ ബാങ്കിൻ്റെ ATM പിന്ന് ഇവിടെ പോപ്പപ്പ് ആകുന്നതായിരിക്കും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഷോർട്ട് കട്ടും ക്രിയേറ്റ് ചെയ്യണം, ദെൻ വേണം ഓട്ടോമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോ നോട്ട്സ് ആപ്പിൽ ഈ പിൻ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി പിടിക്കാവുന്നതാണ്. 2 വാട്ടർ മാർക്കിംഗ് ഷോർട്ട് കട്ടാണ്. അതായത് മറ്റു പല ബ്രാൻഡുകളുടെ ഫോണിലെടുക്കുമ്പോൾ നമുക്കറിയാം താഴെ ആ ഒരു ഫോണിൻ്റെ പേരുൾപ്പെടെ വരുന്ന ഒരു വാട്ടർ മാർക്കിംഗ് ആ ഒരു ഫോട്ടോ കൊടുത്ത് കാണും. അങ്ങനെ ഒരു വാട്ടർ മാർക്കിംഗ് നിങ്ങൾക്ക് ഐഫോണിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. ഈ ഷോർട്ട് കട്ട് ആക്ച്വലി പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നില്ലായിരുന്നു. സോ നമ്മളിത് എടുത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ മോഡ് വേർഷനാണ്. സോ ഈ പ്രോപ്പർ ലിങ്ക് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോണിൽ ഇത് വർക്ക് ആകത്തില്ല. സോ ഇത് റൺ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ ഐഫോണിൽ എടുത്തിരിക്കുന്ന ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ലൈറ്റ് തീം വേണോ ഡാർക്ക് തീം വേണോ എന്ന് ചോദിക്കും. ലൈറ്റ് തീം ഞാൻ സെലക്ട് ചെയ്തു, ബിഗ് ഞാൻ സെലക്ട് ചെയ്തു. ഇഷ്ടമുള്ള ആ ഒരു ലെറ്ററിങ് എങ്ങനെ വരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഷോർട്ട് ഓൺ ഐഫോൺ, അതിൻ്റെ ആർപ്പച്ചർ വാല്യൂ, ISO, ഡേറ്റും ടൈമും ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ്. ദെൻ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി ഇത് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇമേജ് സേവ് ആകുന്നതായിരിക്കും. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ മോഡൽ, ഐഫോണിൻ്റെ മോഡൽ ഏതാണോ ആ മോഡൽ ഇവിടെ എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ചെറിയ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് കട്ട്സ് ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഷോർട്ട് ഓൺ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് ഏതാണോ മോഡൽ, ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോൺ 16 Pro Max ആണ്. സോ ഞാനിവിടെ Pro Max എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പരിപാടി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യേണ്ട, ക്ലോസ് ചെയ്യുക. ദെൻ റൺ അഗെയിൻ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഷോർട്ട് ഓൺ 16 Pro Max എന്നുള്ള പേര് അവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്കത് റീനെയിം ചെയ്യാവുന്നതാണ്. അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഏതൊരു വ്യക്തിയുടെ ഐഫോൺ എടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ ഫോൺ സ്റ്റോറേജ് കൺസ്യൂം ചെയ്യുന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോട്ടോസ് ആപ്പായിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് മാത്രമല്ല, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ്. കാരണം സ്ക്രീൻഷോട്ടുകൾക്ക് അത്യാവശ്യം ഡേറ്റ സൈസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് കണ്ടിന്യൂസ്ലി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ എടുത്ത് വെക്കും. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകും. അങ്ങനെയുള്ള യൂസേഴ്സിന് തീർച്ചയായിട്ടും ഈ ഷോർട്ട് കട്ട് ഉപകാരപ്പെടുന്നതാണ്. ഷോർട്ട് കട്ട്സ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ലാസ്റ്റ് 1 മന്തോ അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഈ ഷോർട്ട് കട്ടുകളൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത ഷോർട്ട് കട്ടാണ്. ജസ്റ്റ് ഈ ഒരു പ്ലസ് സൈക്കിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്താൽ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ക്രിയേറ്റഡ് ഈസ് ഇൻ ദ ലാസ്റ്റ് 6 മന്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 എന്നുള്ളത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് 9 മന്ത്സോ 10 മന്ത്സോ 12 മന്ത്സോ ആക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് മോഡിഫൈ ചെയ്യാം. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും അങ്ങനെ ഒരൊറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. വളരെയധികം ഹാൻഡി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഷോർട്ട് കട്ടാണ്. അതാണ് ഈ ഒരു ഷോർട്ട് കട്ട്. ലോങ് വീഡിയോസ്
നമുക്ക് ഇഷ്ടമുള്ള ഡ്യൂറേഷൻ ഇവിടെ കൊടുക്കാം. ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 20 മിനിറ്റിന് മുകളിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് മാത്രം കണ്ടുപിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ക്ലിക്കിൽ ആ ഒരു ഷോർട്ട് കട്ട് അങ്ങ് റൺ ചെയ്യുക. 20 മിനിറ്റിന് മുകളിലുള്ള വീഡിയോ ഒരെണ്ണം കണ്ടുപിടിച്ചു, ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇത് ഇവിടുന്ന് തന്നെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടെ ഇതുപോലുള്ള പരിപാടികൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് ഒരു ഫുഡ് ട്രാക്കിംഗ് ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ആ ഒരു ഫുഡിൻ്റെ കലോറി, അതിനകത്തെ സകല ഡീറ്റെയിൽസും നമുക്കറിയാൻ സാധിക്കും. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അതിൻ്റെയൊക്കെ വാല്യൂ കൃത്യമായിട്ട് എത്ര കലോറി ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇത് നമുക്ക് പല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ടുഡേയ്സ് കാലറി നമ്മൾ കൃത്യമായിട്ട് ഹെൽത്ത് ആപ്പിൽ ഡേറ്റാസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു പാക്കറ്റ് ഫുഡിൻ്റെ ബാർകോഡ് നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ടും അതറിയാൻ സാധിക്കും. ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെയൊക്കെ ചിലതിൻ്റെയൊക്കെ ബാർകോഡാണ് സ്കാൻ ആകത്തുള്ളൂ. വിദേശ പ്രോഡക്റ്റുകളുടെയൊക്കെ മിക്കതും സ്കാൻ ആകുന്നുണ്ട്. ഇതിപ്പം M&Mൻ്റെ ഒരു ചോക്ലേറ്റ് ക്യാൻഡിയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഫുഡ് ട്രാക്കിംഗ് മാത്രമല്ല, വാട്ടർ ഇൻടേക്ക് അതിൻ്റെ ലോഗ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മില്ലി നമ്മൾ കുടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്യാനും അതറിയാനും സാധിക്കുന്നതാണ്. ഇതിലടുത്ത ഷോർട്ട് കട്ട് സ്ക്രീൻ ടൈം. നമ്മൾ ഐഫോണിൻ്റെ സെറ്റിങ്സിൽ ബിൽറ്റിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് സ്ക്രീൻ ടൈം. ഇത് ഞാൻ ഡിവൈസിൽ എനേബിൾ പോലും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാം, ടേൺ ഓൺ ഒക്കെ ചോദിക്കുന്നതേ ഉള്ളൂ. ഈ സ്ക്രീൻ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഫോണിൽ ഇന്ന ആപ്ലിക്കേഷൻസ് എത്ര നേരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഷോർട്ട് കട്ട് അത് എനേബിൾ പോലും ചെയ്യാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഈ ഷോർട്ട് കട്ട് അങ്ങ് റൺ ചെയ്യുക, ദിസ് ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എത്ര നേരം ഏതൊക്കെ ഓപ്ഷൻസ് ഏതൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് കട്ട് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വാട്സാപ്പ്, സഫാരി, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് എത്ര മിനിറ്റ് ഞാൻ യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് അതറിയാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട്. അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സെർച്ച് ആൻഡ് ഓപ്പൺ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് കട്ടാണ്. അതായത് നമ്മുടെ മെസ്സേജസ് ആപ്പിൽ നമുക്കറിയാം നിരവധി മെസ്സേജുകളാണ് ഒരു ദിവസം തന്നെ വരുന്നത്. അതിലെ ഒരു സ്പെസിഫിക് വാക്കിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വേർഡിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മെസ്സേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ വേർഡ് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ആ മെസ്സേജ് പോപ്പപ്പ് ആകുന്നതായിരിക്കും, എത്ര മെസ്സേജുകളിൽ അത് വന്നിട്ടുണ്ടെന്നുള്ളത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ആ മെസ്സേജ് എവിടെയാണോ വന്നിരിക്കുന്ന ആ ടെക്സ്റ്റ് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അങ്ങനെ ഈസിലി നമുക്കിത് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ അടുത്ത ഷോർട്ട് കട്ട്, നമ്മുടെ ഡിവൈസ് പല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് എളുപ്പം സിറിയോട് പറയുകയാണ്, ഹേ സിറി റീസ്റ്റാർട്ട് മൈ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സിറി റീസ്റ്റാർട്ട് ചെയ്ത് തരും. ഇനി അത് ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഷോർട്ട് കട്ടാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഈസിലി റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിമ്പിൾ ഷോർട്ട് കട്ടാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനിൽ പോവുക. അവിടെ പോയിട്ട് ഈ ഒരു ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുക. ഷട്ട് ഡൗണിൽ വന്നു കഴിയുമ്പം ജസ്റ്റ് ആ ഷട്ട് ഡൗണിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്തിട്ട് ഈ ഷോർട്ട് കട്ട് അങ്ങ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഇതുപോലൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ സെൻറ്ററിലും ഡയറക്റ്റ് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകളാണ് പ്രത്യേകിച്ച് ഇത് ഉപകാരപ്പെടുന്നത്. നമ്മുടെ ഡിവൈസിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ iPhone 15 Pro മുതലുള്ള സീരീസിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ പോലും ലിറ്ററലി നമുക്ക് ഏത് ഐഫോണിലും AI സഹായം അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് Gemini ഉണ്ട്, ChatGPT ഉണ്ട്. ഈ AI എല്ലാം വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് സിറിക്ക് പകരം എളുപ്പം യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് കട്ട് സഹായിക്കും. ജസ്റ്റ് ടോക്ക് ലൈവ് ടു ജെമിനായി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് അങ്ങ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ജെമിനായുടെ ആ ഒരു ടോക്കിംഗ് ഫീച്ചറിലേക്കായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ChatGPTയുടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ചാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം വോയിസ് മോഡ് ഓപ്ഷൻ വരും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ ChatGPTയുടെ വോയിസ് മോഡ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് അതിനോട് സംസാരിച്ച് തുടങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയ ഷോർട്ട് കട്ടുകളാണ് ഈ മാസത്തെ കുറച്ച് പൊളി ഷോർട്ട് കട്ടുകൾ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.